ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി ധ്യാനിക്കാൻ വന്നു. വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമായി. പക്ഷേ ഇതുവരെ അവർ ദാമ്പത്യധർമ്മത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതിന് കാരണം ഏതെന്ന് ചോദിച്ചാൽ, വിവാഹത്തിന് മുമ്പ് ഈ സഹോദരിക്ക് ഒരു അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് ആ ഓർമ്മ എന്ത് ചെയ്ത് അവളുടെ തലയിൽ നിന്ന് പോകുന്നില്ല. അവിടെ ദാമ്പത്യ ധർമ്മത്തിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ഭയവും വല്ലാത്ത വിഷമതയും പ്രയാസവും ഒക്കെ ആയി മാറും. അവിടെ എന്ത് ചെയ്താൽ ദാമ്പത്യ ധർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല. ഇവിടെ ഭർത്താവ് ഇവളെ ഒത്തിരി മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്കറിയാം ഇത് ഇവളെ തനി കുറ്റം കൊണ്ടുണ്ടായതൊന്നും അല്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നു പോയതാണ്. അവിടെ അവർ രണ്ടുപേരും കൂടെ ധ്യാനിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കേട്ടോ, നമ്മുടെ ശരീരം ഓർമ്മ വഹിക്കുന്ന ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരം നീ സ്വീകരിച്ചാൽ യേശു തരുന്ന ഓർമ്മകളാണ് അതിൻ്റെ അകത്തുള്ളത്. മാതാക്കന്മാരെ കിട്ടിയ ശരീരത്തിൻ്റെ അകത്ത് ഈ ലോകം തരുന്ന ഓർമ്മകളിൽ അതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം നീ കുർബാന സ്വീകരിച്ച് ഈശോയുടെ ശരീരത്തിൽ പ്രവേശിക്കുക. അങ്ങനെ ഈശോയുടെ ശരീരത്തിൽ നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ നിന്നോട് പറയണം, ഞാനിപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. ഇതുവരെ ആയിരുന്ന ശരീരത്തിൽ ഞാനില്ല. ആ ശരീരവും എൻ്റെതല്ല, ആ ഓർമ്മയും എൻ്റെതല്ല. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നീ ഇരിക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നീ ഇരിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ശരീരത്തിലെ ആ ഓർമ്മ വീണ്ടും പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നീ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഞാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. ആ ശരീരത്തിലെ ഓർമ്മയാണ് ഇപ്പം പൊങ്ങി വരുന്നത്. അത് എൻ്റെ ഓർമ്മയല്ല. ഞാനിപ്പോൾ യേശുവിൻ്റെ ശരീരത്തിലാണ്. അങ്ങനെ നീ ആ ഓർമ്മയെ കാണുമ്പോൾ നീ ആ ഓർമ്മയെ നിരീക്ഷിക്കുകയാണ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അതിന് പവറില്ല. ഇതുവരെ നീ എന്താ ചെയ്തത്? ആ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് നീ വീണ്ടും വീണ്ടും അത് ഓർക്കുക. അപ്പം വീണ്ടും വീണ്ടും അത് നീ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഭയങ്കരമായ കെമിക്കൽ ചേഞ്ച് നിന്റെ ബോഡിയിൽ ഉണ്ടാക്കും. ആ പടം നിന്നെ തകർത്ത് കളയും. അത് കൺട്രോൾ കിട്ടിയാല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നീ ഈശോയുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. ആ ശരീരത്തിൽ നിന്ന് വരുന്ന ഓർമ്മയെ നീ കാണുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ശരീരത്തിലെ ഓർമ്മയെ നീ നിരീക്ഷിക്കുകയാണ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ല നീ ചെയ്യുന്നത്. അങ്ങനെ ആ ശരീരത്തിലെ ഓർമ്മയെ നീ പൊങ്ങി വരുമ്പോൾ നീ ഈശോയുടെ ശരീരത്തിൽ ഇരുന്നിട്ട് ആ ശരീരത്തെയും അതിലെ ഓർമ്മകളെയും യേശുവിൻ്റെ രക്തത്തിൽ മുക്കി വെച്ച് നീ പ്രാർത്ഥിക്കുക. അവൾ അങ്ങനെ തന്നെ ചെയ്തു. അവൾ ഫ്രീ ആയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് 3 കുട്ടികളുടെ അമ്മയായിട്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വ്യക്തികളാണ് ഈ കഴിഞ്ഞ കാലം ഇന്നത്തെ ജീവിതത്തിൽ കയറി വന്നിട്ട് അത് ഇന്നത്തെ ജീവിതത്തെ ഭരിക്കുക. ഇന്നലകളിലെ ദുഃഖം, ഇന്നലകളിലെ കളിയാക്കപ്പെട്ട അനുഭവങ്ങൾ, ഇന്നലകളിലെ ഭയം, ഇന്നലകളിലെ നിരാശ, ഇതൊക്കെ ഇന്നത്തെ ജീവിതത്തെ നീ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് മെൻ്റൽ പേഷ്യൻസ് ആകുന്ന അനേകം ആളുകൾ മാനസിക രോഗിയായി തീരുകയാണ്. കാരണം കഴിഞ്ഞ കാലത്ത് ഭയം പോകുന്നില്ല. കഴിഞ്ഞ കാലത്ത് എവിടെയോ ഉണ്ടായ ഒരു ആകുലത, അത് എവിടെ നിന്ന് എങ്ങനെ വന്നു, എന്താണ് ഒന്നും പിടുത്തൊന്നും കിട്ടുന്നില്ല. നീ അത്ര സൈക്കോളജിന് മുമ്പിൽ പോയിരുന്നാലും ആകുലതയുടെ മറ്റും കുറവിടെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? ഹല്ലേലൂയ. അതൊന്നും മാറിക്കിട്ടിയല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, ആ ശരീരം തന്നെ നീ ഉപേക്ഷിച്ചേക്കുക. എന്നിട്ട് ഈശോയുടെ ശരീരത്തിലേക്ക് ഞാനിപ്പോൾ ഈശോയുടെ ശരീരത്തിലാണ്. ഈ ശരീരത്തിനകത്ത് ഒരൊറ്റ ഓർമ്മയേ ഉള്ളൂ. എന്താണ്? ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മ. ഈ ഓർമ്മയ്ക്കകത്തിരിക്കുന്ന മനുഷ്യന് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നന്ദിയും സ്തുതിയും. ദൈവം ചെയ്ത കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. അതിനോടുള്ള റെസ്പോൺസ് എന്താണ്? ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്ന് പറയാനുള്ള കാരണം ദൈവം ചെയ്ത കാര്യങ്ങൾ വിസ്മയകരമാണ്. ദൈവം ചെയ്ത കാര്യങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങി കഴിയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വണ്ടർ ഉണ്ടാക്കും. ഹല്ലേലൂയ. വണ്ടർ നിന്നാണ് സ്തുതി വരുന്നത്. ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങൾ
അതായിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്. നമുക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഈ ഈശോ തന്ന ശരീരത്തിനകത്ത് ഞാൻ. ഇനി അതുവരെ ഉണ്ടായിരുന്ന ശരീരം എൻ്റെതല്ല, അതിനകത്തുള്ള ഓരോ ഓർമ്മയും എൻ്റെതല്ല. ഞാനിപ്പോൾ ഈശോയുടെ ശരീരത്തിലാണ്. ആ ശരീരം മുഴുവനും ഈശോ എന്നെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ്, പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് മാതാപിതാക്കന്മാരത് കിട്ടിയ ശരീരമുണ്ട്. ഞാൻ പറഞ്ഞു ജനറ്റിക്കലായുള്ള ഒത്തിരി ഘടകങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത്, പെരുമാറിയത്, ഇതിൻ്റെയൊക്കെ ഓർമ്മ ഇതിനകത്ത് കിടക്കുക. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതൊരിക്കലും നമ്മളിന്ന് മാഞ്ഞു പോയി തരാം. മെമ്മറി ന്യൂറോണിൻ്റെ ഒരു കണക്ഷനാണ്. നമുക്കൊരു അനുഭവം ഉണ്ടായോ അത് മാഞ്ഞു പോയി തരാം. ഹല്ലേലൂയ. കമ്പ്യൂട്ടറിന് ഡിലേറ്റ് സിസ്റ്റമുണ്ട്, തലച്ചോറ് ഡിലേറ്റ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് നീ മറക്കാൻ ശ്രമിച്ചേക്കും, പക്ഷെ മറക്കുകയും ചെയ്യും. പക്ഷെ മറന്നാലും സാഹചര്യം വരുമ്പോൾ വീണ്ടും ഓർമ്മയിലേക്ക് പൊങ്ങി വരും. അതുകൊണ്ട് ഇന്ന് വരെയുള്ള നമ്മുടെ മുഴുവൻ അനുഭവങ്ങൾ ഈ മാതാക്കന്മാർക്ക് കിട്ടിയ ശരീരത്തിനകത്ത് കിടപ്പുണ്ട്. ആ മെമ്മറിയിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തി എവിടെ നിന്നാണ് വരുന്നത്? ചിന്തയിൽ നിന്നാണ് പറഞ്ഞു. ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? മെമ്മറിയിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യവും ചെയ്യുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ മെമ്മറിയിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ ചിന്ത മാറ്റുക എന്നുള്ളതല്ല, മെമ്മറി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ മെമ്മറി മാറ്റുക എന്ന് മാറ്റുന്നത് ശരീരം മാറ്റുകയാണ്, അല്ലാതെ ആർക്കും മെമ്മറി മാറ്റാൻ കഴിയുക? ആ ശരീരമാണ് ഈശോ മാറ്റി തരുന്നത്. ഈശോ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഉപമ നമുക്കറിയാം. ഒരു രാജാവ് ഒരു വിവാഹ സദ്യ നടത്തുകയാണ്. സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ട് പലരും വന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, തെരുവിലേക്ക് ഇറങ്ങി അവിടെയുള്ള ഭിക്ഷക്കാരെയൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു. അവന്മാരെല്ലാം വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, എല്ലാവർക്കും വിവാഹ വസ്ത്രം കൊടുത്ത് വിരുന്ന് കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും വിവാഹ വസ്ത്രം കൊടുത്ത് വിരുന്ന് കയറ്റി. വിരുന്ന് കയറ്റി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് വിരുന്നുശാലയിലേക്ക് വന്നു. നോക്കിയപ്പോൾ എല്ലാവരും വിവാഹ വസ്ത്രം ധരിച്ച് സുഖമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ രാജാവ് നോക്കിയപ്പോൾ ഒരുത്തൻ വിവാഹ വസ്ത്രം അവന് കിട്ടിയെങ്കിലും അവനത് ചുട്ടിക്കൂട്ടി കക്ഷത്തിൽ വെച്ചിട്ട് അവന് കീറിപ്പറഞ്ഞ വസ്ത്രമായിട്ട് അവിടെ ഇരിക്കുകയാണ്. രാജാവ് പറഞ്ഞു, അവനെ പിടിച്ച് പുറത്താക്കുക. എന്താണ് അവൻ ചെയ്ത തെറ്റ്? അവൻ കൊടുത്ത വിവാഹ വസ്ത്രം സ്വീകരിച്ചില്ല, അത് ധരിച്ചില്ല. പുതുനിയമത്തിൻ്റെ സിൻ അതാണ്. നീ ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിച്ച് അതിനകത്ത് അത് ധരിക്കുക, അതിനകത്ത് വസിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഈശോയുടെ സ്വഭാവമാണ്. നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമുക്കറിയാം, ആദത്തെ അവയെയും ദൈവം സൃഷ്ടിച്ചത് ദൈവ സ്വഭാവത്തിലാണ്. പക്ഷെ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് നല്ലതും തെറ്റുമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പാപത്തിൽ വീണുപോയി. ആദത്തെ അവയും ദൈവം സൃഷ്ടിച്ചത് ദൈവ സ്വഭാവത്തിലാണ്. പക്ഷെ അവർ പാപം ചെയ്ത ശേഷം പിന്നെ അവർ സൃഷ്ടിച്ചത് അവരുടെ സ്വഭാവത്തിലാണ്. അപ്പം ആദോ അവയും സൃഷ്ടിച്ചത് അവരുടെ സ്വഭാവത്തിലാണ്. ദൈവം ആദത്തെ അവയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ്. അങ്ങനെ ആദോ അവയും സൃഷ്ടിച്ചത് അവരുടെ സ്വഭാവത്തിലാണ്. അതിൻ്റെ അടുത്ത തലമുറ അവരുടെ സ്വഭാവത്തിൽ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചത് നമ്മുടെ ഈ പരുവത്തിൽ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആരുടെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്നാ പറഞ്ഞാലും ജനറ്റിക്കലായ ഈ ശരീരത്തിനകത്ത് ജനറ്റിക്കൽ ഘടകങ്ങൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നമ്മൾ ആ സ്വഭാവം കാണിക്കും. അപ്പം അതിനകത്ത് കിടക്കുന്ന സ്വഭാവം ഇനി എൻ്റെതല്ല. ഞാനിപ്പോൾ ഈശോയുടെ ശരീരത്തിലാണ്. ആ ശരീരവും എൻ്റെതല്ല. ആ ശരീരത്തിലെ ഒരു സ്വഭാവവും ഇനി എൻ്റെതല്ല. നമ്മൾ നോക്കിക്കേ, നമ്മൾ ഈശോയുടെ ശരീരത്തിൽ ഇരുന്നിട്ട് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ശരീരത്തിലെ സ്വഭാവത്തിലേക്കൊക്കെ നോക്കിക്കുക. അതിനകത്ത് മെമ്മറിയിലേക്ക് നോക്കിക്കുകയും. ചിലർ പുകവലിക്കുന്നവരുണ്ട്. ആട്ടെ, നീയാണോ ലോകത്തിൽ ആദ്യമായിട്ട് പുകവലി കണ്ടുപിടിച്ചത്? വേറെ ആരോ വലിക്കുന്ന കോപ്പി അടിച്ചതാണ്, നിന്റെ സ്വഭാവം അല്ലത്. ഹല്ലേലൂയ. നീയാണോ ലോകത്തിൽ ആദ്യമായിട്ട് ചാരായം കൊണ്ടൊക്കെ കുടി തുടങ്ങിയത്? വേറെ ആരോ കുടിച്ചത് കോപ്പി അടിച്ചതാണ്.
നീ ആണോ ആദ്യമായിട്ട് തെറി ഉണ്ടാക്കിയത്? വേറെ ആരോ പറഞ്ഞത് നീ കോപ്പി അടിച്ചതാണ്. ഈ ശരീരത്തിൽ കാണിക്കുന്നത് മുഴുവൻ ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. ഈ ലോകത്ത് നിനക്ക് കിട്ടിയതാണ്. ഈ ലോകത്ത് നിന്ന് കിട്ടിയ സ്വഭാവത്തെ നീ നിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇത് എൻ്റെ സ്വഭാവമാണ്, ഇതാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വഭാവം ഒരു കാലത്ത് നിന്നിന്ന് പോയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പഴയ ശരീരത്തെ തന്നെ നീ ഉരിഞ്ഞു മാറ്റണം. പഴയ ശരീരത്തെ നീ മാറ്റിക്കളയുക. അതാണ് ഈശോ പഠിപ്പിച്ചത്. അവിടെ മറ്റെല്ലാ മതസ്ഥരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രബോധനം നമുക്കുണ്ട്. ശരീരം മാറ്റുക. ആ പഴയ ശരീരത്തിനകത്ത് ഈ സ്വഭാവം കിടക്കുന്നു. ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ആ ശരീരവും എൻ്റെതല്ല, ആ ശരീരത്തിലുള്ള ഒരു പ്രവൃത്തിയും എൻ്റെതല്ല. എൻ്റെതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റെതല്ല എന്ന ബോധം പിന്നെ അത് ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കും. നിങ്ങളിവിടെ നിങ്ങൾ പോകുമ്പോഴേ ഈ വഴിയരികിലൊക്കെ ധാരാളം വീടുകളുണ്ട്. നിങ്ങൾ ഉടനെ ആ വീട്ടിലേക്ക് ചെല്ലുക. നല്ല വീടാണല്ലോ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുക? ഇല്ലല്ലോ. കാരണം നിന്റെ തലച്ചോറ് നിന്നോട് പറയും അത് നിന്റെ വീടല്ല. അതുകൊണ്ടാണ് നീ അങ്ങോട്ട് കയറി ചെല്ലാത്തത്. അത് എൻ്റെതല്ല എന്ന ബോധം, അതാണ് തിന്മ ഉപേക്ഷിക്കാൻ നമുക്ക് വേണ്ടത്. ഈ മദ്യപാനം എൻ്റെതല്ല, ഈ പുകവലി എൻ്റെതല്ല, ഈ ദുസ്വഭാവവും ഈ വാശിയും വൈരാഗ്യവും ഇതൊന്നും എൻ്റെതല്ല. അത് ഞാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ എങ്ങനെയോ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയുന്നത് പോയിന്റിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ തിന്മകളും ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ എൻ്റെ തിന്മകളായിട്ട് കിടക്കുകയാണ്. ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈശോ പാപമോചനം തരുന്നു. അതുകൊണ്ട് എൻ്റെ എന്നത് കത്തിപ്പോയി. കാരണം അതിനി നിൻ്റെതല്ല. കാരണം നിന്റെ പങ്ക് ഈശോ ക്ഷമിച്ച് മാറ്റിക്കളഞ്ഞു. അങ്ങനെ കുംസാരിച്ചു കഴിഞ്ഞാൽ നീ കുംസാരിച്ച് കഴിഞ്ഞ ശേഷമുള്ള പാപം അവിടെ ഇരിപ്പുണ്ട്. അത് പാപത്തിൻ്റെ ഓർമ്മ അവിടെ ഇരിപ്പുണ്ട്. ആ ഓർമ്മ നീ ഒരിക്കലും ഇനി ആ ഓർമ്മ നിന്റെ ഓർമ്മയല്ല, അത് നിൻ്റെതല്ലത്. അത് നിനക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടിയതാണ്. അത് ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. ആ എൻ്റെ എന്നുള്ളത് ഈശോ കഴുകിക്കളഞ്ഞു. പിന്നെയുള്ളത് ആ പാപത്തിൻ്റെ മെമ്മറിയാണ്. ആ മെമ്മറി നമ്മൾ നോക്കിയിട്ട് പറയണം, ആ മെമ്മറി നമ്മുടെ മെമ്മറി അല്ല നീ. കാരണം എൻ്റെ എന്നത് ഈശോ കഴുകിക്കളഞ്ഞു. ആ മെമ്മറി ഈ ലോകം നിനക്ക് നൽകിയ മെമ്മറിയാണ്. ഈ ലോകത്തിൻ്റെ പാപമാണത്. അത് നിന്റെ ഈ തിന്മ നിന്നിലേക്ക് വരാനായിട്ട് എത്രയോ ആളുകൾ കൈമാറ്റം ചെയ്ത് നിന്റെയിലേക്ക് വന്നത്. ഈ ലോകത്തിന് ഒരു മിനിയേച്ചർ ഫോമാണത്. ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ് ആ മെമ്മറി. അത് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ അളവില്ലാത്ത യോഗ്യതയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ആ അളവില്ലാത്ത യോഗ്യത കൊണ്ട് ആ മെമ്മറിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈശോയോട് ചേർന്ന് ഉണ്ടോ ഈ ലോകത്തിലെ മുഴുവൻ തിന്മകളുടെയും ഒരു സംക്ഷിപ്ത രൂപമാണിത്. ആ മെമ്മറി ഈ ലോകത്ത് നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കണം. അങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മുടെ ഈ മെമ്മറിയുടെ മേഖലയിൽ നമുക്ക് സൗഖ്യം തരുന്നത്. നമ്മുടെ കുർബാന ആരംഭിക്കുന്നവനെ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ തന്ന ആ അനുഗ്രഹത്തിൻ്റെ ഓർമ്മയിലാണ് നാം ഇനി ജീവിക്കേണ്ടത്. ഈ ലോകം എന്തൊക്കെ നമുക്ക് തന്നു ആ മെമ്മറിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ മെമ്മറിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ.